ഹലോ, ഇന്നത്തെ സാന്ത്വനം കഥ പറയട്ടെ. ഇന്നത്തെ സാന്ത്വനത്തിൽ ആര്യനോട് ഓൾറെഡി ഗോമതി സ്റ്റോഴ്സിൽ ജോലിക്ക് വരാൻ പറഞ്ഞല്ലോ ബാലൻ. അപ്പം മിത്ര മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്കിളിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. മിത്ര പോയിട്ട് അങ്കിളിനോട് പറയാണ്, അങ്കിൾ എന്തിനാണ് എപ്പോഴും ആര്യനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്, ആര്യൻ്റെ മനസ്സിലേക്ക് അത് ഇടിവുണ്ടാക്കുള്ളൂ, എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞിട്ട് ആര്യന് വേണ്ടിയിട്ട് കുറേ വാദിക്കുകയാണ് മിത്ര ആര്യന് വേണ്ടി വാദിക്കുന്ന സമയത്ത് ബാലന് ആര്യനോടുള്ള ഇഷ്ടം ബാലൻ തുറന്ന് മിത്രയോട് പറയണം, എനിക്ക് എൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാണ്, അവനെ എനിക്ക് സ്നേഹമാണ്, അവർ രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ബാലൻ ആര്യനോടുള്ള സ്നേഹം മിത്രയോട് തുറന്ന് പറഞ്ഞു. ഇത് മുഴുവൻ ആര്യൻ മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മിത്ര റൂമിൽ പോയിട്ട് ആര്യനോട് പറയുന്നു, ഞാൻ ഇങ്ങനെ അങ്കിളിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ പറയും, ഞാനും അച്ഛനും തമ്മിലുള്ള വിഷയം അതങ്ങനെ ഒരു വഴിക്ക് നീങ്ങും, നീ അതിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മിത്രയോട് ആര്യൻ സംസാരിക്കുകയാണ്. എന്നിട്ട് ആര്യൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ആനന്ദും മാമനും കൂടിയിട്ട് ആര്യനെ വിളിച്ചടുത്തിരുത്തിയിട്ട് ആര്യനോട് ഗോമതി സ്റ്റോഴ്സിലേക്ക് ജോലിക്ക് വരാൻ പറയുന്ന സമയത്ത് ആര്യൻ പറയാണ്, അവിടെ വന്നിട്ട് എനിക്ക് വയ്യ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിലകെട്ടവനായിട്ട് നിൽക്കാൻ, എന്നോട് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം, പക്ഷേ ഗോമതി സ്റ്റോഴ്സിലേക്ക് ജോലിക്ക് വരേണ്ട കാര്യം മാത്രം എന്നോട് പറയരുത്, എനിക്കിപ്പോൾ ഏറ്റവും വലുത് മിത്രയുടെ ഭാവിയാണ്, അവൾക്ക് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, മിത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇത് മുഴുവൻ കേട്ടിട്ട് മിത്ര ഭയങ്കര വിഷമമായിട്ട് നിൽക്കണം, മനസ്സ് നിറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് ഉള്ള സങ്കടം കൊണ്ട് നിൽക്കണം. എന്നിട്ട് മിത്ര ആര്യനോട് പറയാണ്, എനിക്ക് ആര്യനോട് സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാൻ പറ്റുമോ? അപ്പോൾ ഇപ്പം തന്നെ പറയുമ്പോൾ പറയും വേണ്ട, അത് പുറത്ത് മാറി ഇരുന്നിട്ട് സംസാരിക്കാനുള്ളതാണ് പറയും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സൊന്ന് തുറക്കണം, ആര്യനോട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് മനസ്സിൽ സമാധാനമൊക്കെ പറയുമ്പോൾ അപ്പോൾ ശരി, നമുക്ക് വൈകുന്നേരം പുറത്തേക്ക് പോകാമെന്ന് പറയണം ആര്യൻ. അതാണ് ഇന്നത്തെ സാന്ത്വനത്തിൽ നടക്കുന്നത്. പിന്നെന്താ, മഴയുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ? ഇവിടെ നല്ല മഴയാണ് ഇന്ന്, ഉച്ച തൊട്ട് തുടങ്ങിയിട്ടുള്ള മഴ, ഇടിവെട്ടും ഉണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. കൃഷ്ണമംഗലത്ത് ഈ സമയത്ത് അലോകിൻ്റെ കല്യാണം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അവർ കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അലോകിൻ്റെ വലിയച്ഛൻ, അതായത് മിത്രയുടെ അച്ഛൻ വന്നിട്ട് വീട്ടിൽ വന്ന് പറയുന്നു. അപ്പോൾ അലോകിൻ്റെ പേരിൽ വീട് എഴുതി കൊടുക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത്, നമുക്കത് എളുപ്പം ചെയ്യണം, നമ്മൾ അവരോട് വാക്ക് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അമ്മേനെ വിളിക്കുന്നു. അമ്മയെ വിളിച്ചിട്ട് അമ്മോട് സംസാരിക്കുമ്പോൾ അതിനെന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല എന്ന് പറയുന്നു കൃഷ്ണമംഗലത്തെ അമ്മ, അതായത് ഗോമതിയുടെ അമ്മ. അത് പറയുന്നു. പക്ഷേ ആൾ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആളെന്തോ ഇങ്ങനെ ആലോചിച്ച് തിരിഞ്ഞേക്കുമ്പോൾ ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണില്ല. ഇനിയിപ്പോൾ വീട് വേറെ ആരുടെയെങ്കിലും പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ, എന്താണ് പ്രശ്നം എന്ന് അറിയണില്ല. അതിൻ്റെ കഥ ഇനിയിപ്പോൾ നമുക്ക് നാളെ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സാന്ത്വന എപ്പിസോഡിൻ്റെ കഥ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.